കൊരിന്ത്യൻകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ. കൊരിന്ത്യൻകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം ലേഖനം 3-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ. എന്നാൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു. കർത്താവ് ആത്മാവാണ്. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് ഏറ്റുപറയാം: കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം: കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറയാം ഹല്ലേലൂയ. ഇന്ന് ക്ലാസ് ഇല്ല എന്നുള്ള സന്തോഷത്തോടെ ചിരിച്ചിട്ട് പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അല്ല, ഇന്ന് സ്കൂൾ അവധിയല്ലേ? സ്ഥാപനങ്ങൾക്കും അവധിയുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചത്? കുഞ്ഞുമക്കളെ ആ വിലയിൽ വരാൻ വേണ്ടിയിട്ടല്ലേ? എല്ലാ വ്യാഴാഴ്ചയും അവധിയാവുകയും ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? നമ്മൾ എന്തിൽ നിന്ന് എന്തിലേക്കാണ് മാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. ആദ്യമായിട്ട് വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ സ്നേഹപൂർവ്വം പറയട്ടെ, വചന ശുശ്രൂഷ കഴിയുന്നവരെ ഇരിക്കുന്നിടത്ത് നിന്ന് അനങ്ങാൻ പാടുള്ളതല്ല. ഇവിടെ തന്നെ ഇരിക്കുക. വചന ശുശ്രൂഷ പെട്ടെന്ന് കഴിയുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് എന്ത് സംഭവിക്കും? നമുക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മഹത്വം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇരുന്ന സ്ഥലത്ത് തന്നെയായിരിക്കും ഓരോരുത്തർ ഈ ആഴ്ചയും ഇരിക്കുന്നത്, അല്ലേ? നിങ്ങളുടെ ഇടത്തും വലത്തും ഇരുന്നവർ, കഴിഞ്ഞ ആഴ്ച ഇരുന്നവർ തന്നെയാണ് ഈ ആഴ്ചയും ഇരിക്കുന്നത്. അവരുടെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന മഹത്വത്തെക്കാൾ കൂടുതലുള്ളൊരു മഹത്വം ഇപ്പോൾ ഉണ്ടോ എന്നൊന്ന് തിരിഞ്ഞു നോക്കി. മുഖമൊന്നും ആരും പൊത്തിപ്പിടിക്കണ്ട. അപ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? രൂപാന്തരീകരണം സംഭവിക്കുകയാണ്. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. അതായത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന ഗ്ലാമർ അല്ല ഈ ആഴ്ച ഉള്ളത്, അല്ലേ? അതിൽ കൂടുതൽ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇത് കൂടിക്കൂടി ഇത് അവസാനം ഇത് എവിടെ ചെന്നെത്തും, അല്ലേ? നമ്മുടെ ഗ്ലാമർ ഓരോ ആഴ്ചയും കൂടുകയാണെന്ന് വിചാരിക്കും. ഇത് കൂടിക്കൂടി എവിടെ ചെന്നെത്തും? അവസാനം ഇത് ആരുടെ പോലെ ആവും? അതാണ്
നമ്മുടെ ഈ മഹത്വം വർദ്ധിച്ച് വർദ്ധിച്ച് നമ്മുടെ മനുഷ്യ മഹത്വം, മനുഷ്യ ശരീരത്തിൽ ഇപ്പോഴുള്ളത് നമ്മുടെ ദുർബലമായ ശരീരം രൂപാന്തരം പ്രാപിച്ച് കർത്താവ് ഈശോ മിശിഹായുടെ മഹത്വമുള്ള ശരീരം പോലെ ആയിത്തീരും. ഫിലിപ്പി 3:21. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ ഈശോയേ ഈശോയേ. അങ്ങനെ ഇത് വർദ്ധിച്ചു കൊണ്ടിരിക്കണമെങ്കിൽ, രൂപാന്തരപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈശോയെ ആസ്വദിക്കണം. നമ്മൾ പറഞ്ഞു, ഈശോയെ കണ്ടുകൊണ്ടിരിക്കണം, ഈശോയെ കേട്ടുകൊണ്ടിരിക്കണം, ഈശോയുമായി സംസാരിച്ചു കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ഈശോയെ ആസ്വദിക്കണം. ഈശോയെ ആസ്വദിക്കണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ പറഞ്ഞു, ഈശോയുമായി അതാണ് വെരി ഗുഡ്, കൈയടിച്ച് തന്നെ പറയാം. ഈശോയുമായി ഇടപഴകണം, ഇന്ററാക്ട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഈശോയുമായി വ്യക്തിപരമായ ഒരു കണ്ടുമുട്ടൽ, എൻകൗണ്ടറിങ് വിത്ത് ജീസസ് എന്നാണ് പറയുന്നത്. നമ്മൾ ഇവിടെയും ഈശോ അവിടെയും ഇരുന്ന് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ല, അല്ലേ? ഇപ്പോൾ നമുക്ക് മോഹൻലാൽ വന്നു എന്ന് വിചാരിക്കുക. സ്റ്റേജിൽ മോഹൻലാലുണ്ട്, നമ്മളിവിടെ താഴെ ഇരിക്കുന്നു, മോഹൻലാൽ സ്റ്റേജിലിരിക്കുന്നു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷകളുടെ ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷകളുടെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷകളുടെ ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങേ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തുതി കൊടുക്കുമ്പോഴെങ്കിലും ഒന്ന് ചിരിക്ക്. അപ്പോൾ പ്രിയപ്പെട്ടവർ, വേറൊന്നും അല്ലല്ലോ കൊടുക്കുന്നത്, സ്തുതിയല്ലേ, വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു ഫിലിം സ്റ്റാറിന്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. അതും ശരിയാണ്, കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്, നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇടപഴകാൻ പറ്റുന്നില്ല, അല്ലേ? നമുക്കൊരു സെൽഫിയൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങോട്ട് കയറ്റിവിടുന്നില്ല, ഇടപഴകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇടപഴകുക, ഈ കണ്ടുകൊണ്ടിരിക്കുക, ആസ്വദിച്ചു കൊണ്ടിരിക്കുക. ഈശോ ആഗ്രഹിക്കുന്നത് കേവലം ദൂരെ നിന്ന് കാണുക എന്നതല്ല, ദൂരെ നിന്ന് ആസ്വദിക്കുക എന്നതല്ല. ഈശോ ആഗ്രഹിക്കുന്നത് വ്യക്തിപരമായ ഒരു ബന്ധമാണ്. ഈശോയ്ക്കും നമുക്കും തമ്മിൽ ഉണ്ടാകേണ്ടത് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. എങ്ങനെയാണോ ഒരു ഭാര്യ ഭർത്താവുമായിട്ട് വ്യക്തിപരമായൊരു ബന്ധത്തിലായിരിക്കുന്നത്,
അതുപോലെ ഈശോയും ഒരാത്മാവും വ്യക്തിപരമായൊരു ബന്ധത്തിലായിരിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യയെ പഠിക്കുമ്പോൾ അമ്മത്രേസ്യ പഠിപ്പിക്കുന്നത് മുഴുവൻ ഈ വ്യക്തിപരമായ ബന്ധത്തെ കുറിച്ചാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും തമ്മിലുണ്ടായിരുന്നത് ഈ വ്യക്തിപരമായ ബന്ധമാണ്. ഈശോ പറഞ്ഞു, എനിക്കും നിങ്ങളും തമ്മിൽ ഉണ്ടാകേണ്ടത് ഈ വ്യക്തിപരമായ ബന്ധമാണ്. നമ്മൾ തമ്മിൽ ഇങ്ങനെ അകന്നു നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഈശോ പറഞ്ഞു, എൻ്റെ വചനം പാലിക്കുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. അപ്പോൾ നിങ്ങൾ എൻ്റെ വചനം പാലിച്ചാൽ, എന്റെ വചനമനുസരിച്ച് ജീവിച്ചാൽ, എനിക്കും നിങ്ങൾക്കുമിടയിൽ ഒരു വ്യക്തിബന്ധം രൂപപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ? അതായത് ആർക്കാണ് എനിക്ക് ആരോടാണ് എനിക്ക് വ്യക്തിപരമായ ബന്ധമുള്ളത്? ഈശോ പറയുകയാണ്, വചനമനുസരിച്ച് ജീവിക്കുന്നവരുമായിട്ട് എനിക്ക് വ്യക്തിപരമായ ബന്ധമുണ്ട്. ഹല്ലേലൂയ. ഒരു സഹോദരി വന്നിട്ട് ചോദിച്ചു, അച്ഛാ, ഞങ്ങൾ വിളിക്കുമ്പോൾ അച്ഛൻ ഫോൺ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ അച്ഛൻ പറഞ്ഞു, അതിനിപ്പോ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, വിളിക്കാതിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഈശോയുമായി വ്യക്തിപരമായ ബന്ധം രൂപപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ഈശോ ഫോൺ എടുക്കണമെങ്കിൽ അല്ലേ എന്ത് ചെയ്യണം? അതല്ലേ വേണ്ടത്, അല്ലേ? അച്ഛനെടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈശോ ഫോൺ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോ അതിനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ പറയാണ്, നമ്മൾ ഇടപെടാനുള്ള വഴികളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തോടുകൂടെ ഇടപെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നമ്മളിൽ വിശ്വാസമില്ലാത്ത ഒരാള് നമ്മളുമായിട്ട് ഇടപെടാൻ വന്നാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഹല്ലേലൂയ, ഇല്ലേ? നമ്മൾ പറയുന്ന ഒരു കാര്യം വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മളുമായിട്ട് ഇടപെടാൻ വന്നാൽ നമുക്ക് ഇഷ്ടപ്പെടുള്ളൂ, അല്ലേ? അപ്പൊ നമ്മളോടൊരു കാര്യം ചെയ്തിട്ട് നമ്മളോട് അവസാനം ചോദിക്കണം, എന്നെയൊക്കെ വിശ്വസിക്കാവോ എന്ന് ചോദിച്ചാൽ പിന്നെ അയാൾ ഫോൺ വിളിച്ചാൽ നമ്മ ഫോൺ എടുക്കോ? ഇല്ല. അപ്പൊ നമ്മളൊരാളെ വിശ്വസിക്കണത് മാനുഷികമായ തലത്തിൽ അങ്ങനെയാണ്. നമ്മൾ അതൊന്ന് കർത്താവിലേക്ക് അപ്ലൈ ചെയ്യും. നമ്മൾ കർത്താവിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക എന്നത് ഈശോയ്ക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് അപ്പോഴാണ് വ്യക്തിപരമായൊരു ഇടപെടൽ സംഭവിക്കുന്നത്. ഒന്ന്. രണ്ട്, നമ്മൾ പറഞ്ഞു പ്രത്യാശ വയ്ക്കണം. അതായത് ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. ഈശോ എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്ന് പറഞ്ഞ് കാത്തിരിക്കണം. അച്ഛൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാത്തത് ആദ്യമായിട്ട് വന്നിട്ടുള്ളവരോട് പറയട്ടെ. വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ ഇതേക്കുറിച്ച് കഴിഞ്ഞതാണ്. നമ്മൾ റീക്യാപ്പ് മാത്രമാണ് പോകുന്നത്. അപ്പോൾ പറഞ്ഞു പ്രത്യാശ വെക്കണം, ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. എത്ര സമയമാണെങ്കിലും കാത്തിരിക്കണം. കുറച്ച് നാൾ കാത്തിരുന്നിട്ട് തോന്നിയ വഴിയെ പോകരുത്. രണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു സ്നേഹത്തോടുകൂടെ സ്നേഹം ഉണ്ടാവണം. ഇടപെടുന്നവർക്ക് വെറുതെ നമ്മുടെ ഒരു കാര്യം നടക്കാൻ വേണ്ടി ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ പ്രത്യാശ വയ്ക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് തന്നോട് വലിയ സ്നേഹമൊന്നുമില്ല, അല്ലെ? നമ്മുടെ കാര്യം നടക്കുന്നത് വരെ നമ്മൾ ഇവിടെ വരാം. അപ്പോ നമ്മൾ പറയണം അതല്ല, നമ്മൾ ഈശോ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്. ഹല്ലേലൂയ. അതാണ് നമ്മൾ ഒരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്, പറയുന്നത് ജീവിത അവസാനം വരെ ഞാൻ ഈശോയോട് കൂടെ ജീവിക്കുമെന്ന് ഉടമ്പടി എടുക്കുന്നു. ഇത് സ്നേഹമുള്ളതുകൊണ്ടാണ്. എന്റെ കാര്യം നടക്കുന്നത് വരെ ഞാൻ പള്ളിയിൽ വന്നേക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. നോ, ജീവിത അവസാന ശ്വാസം വരെ ഞാൻ ഈശോയോട് കൂടെ ജീവിക്കാമെന്ന്. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് പറഞ്ഞപ്പോ ഓർത്തുന്നുള്ളൂ.
വികാരിയച്ഛൻ അച്ഛൻ്റെ ഇടവക വികാരിയച്ഛൻ പറഞ്ഞതാണ്. അപ്പച്ചൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ വളരെ സീരിയസ് ആയപ്പോൾ വികാരിയച്ഛൻ ഓടി വന്നപ്പോൾ വികാരിയച്ഛൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അമർത്തിക്കൊണ്ട് അപ്പച്ചൻ പറഞ്ഞൊരു കാര്യം വികാരിയച്ഛൻ അച്ഛനോട് പേഴ്സണലായിട്ട് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞ കാര്യം, സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കണം. അതായത് ഈശോ സ്നേഹമാണെന്ന് പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ജീവിതം അവസാനിക്കുമ്പോൾ ഒരാൾക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ഒരു സത്യമാണ്, അവസാന ഘട്ടത്തിലും മനസ്സിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ് ഈശോ സ്നേഹമാണ്. അപ്പോ സ്നേഹിച്ചുകൊണ്ട് ഇടപെടണം. നാലാമതായിട്ട് നമ്മൾ പറഞ്ഞു, പ്രാർത്ഥനയിലൂടെ എങ്ങനെ ഇടപെടാൻ കഴിയും? പ്രാർത്ഥനയിലൂടെ ഇടപെടണം. അഞ്ചാമതായിട്ട് നമ്മൾ പറഞ്ഞു, സാക്ഷ്യം നൽകിക്കൊണ്ട് ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് ഈശോയുമായിട്ട് ഇടപെടണം. ആറാമതായിട്ട് സഹനങ്ങൾ, ഈശോ നമ്മൾ സ്നേഹിച്ചു കഴിയുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഈശോയുമായിട്ട് ഇടപെടണം. ഏഴാമതായിട്ട് ആത്മപരിത്യാഗം, നമ്മെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട്. നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരു ബന്ധത്തിൽ, നമ്മൾ പറയാണ്, ഒരു ഭാര്യ അവളുടെ വിവാഹത്തോടുകൂടെ അവളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ജനിച്ച നാടും വീടും ഒക്കെ വിട്ട്, അതാണ് ആത്മപരിത്യാഗം, വിട്ട് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോകുന്നത്. ഇതിൻ്റെ ഒരു സൂചനയാണ്, ഒരു അടയാളമാണ്. ഇതുപോലെ നമ്മൾ നമുക്കുള്ളതും നമ്മൾ ആഗ്രഹിച്ചതും നമ്മൾ സ്വന്തമാക്കാൻ നമുക്ക് ഇത്ര നാളൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് സുഖങ്ങൾ സൗകര്യങ്ങൾ തന്നതിനെയൊക്കെ സെക്കൻഡറിയായി, അതിനെ ഒന്നാം സ്ഥാനത്ത് വെക്കാതെ അതിനെ പുറകിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ത്യാഗമെടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ത്യാഗമെടുത്തുകൊണ്ട് ഈശോയുമായി ഇടപെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ത്യാഗമെടുക്കാതെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ മതി. നിങ്ങളുടെ കുടുംബജീവിതം ഒന്ന് പരിശോധിച്ചാൽ മതി. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ത്യാഗമെടുത്തില്ലെങ്കിൽ ആ ബന്ധം വളരുമോ? ഭർത്താക്കന്മാർ ഉത്തരം പറയട്ടെ. ഇവിടെ ഇരിക്കുന്നുണ്ട് ഭർത്താക്കന്മാർ, ഒന്ന് രണ്ടുപേര്. ഭർത്താക്കന്മാർ, നിങ്ങൾ ഭാര്യയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ, ഇപ്പൊ ഭർത്താവ് പറയാണ്, അച്ഛാ അവള് എന്റെ കൂടെ ഭാര്യ എന്റെ കൂടെ ഒരുമിച്ച് മുറി കിടക്കുന്നില്ല. അപ്പോ അച്ഛൻ ഭാര്യയോട് ചോദിച്ചു, ചേച്ചി എന്താണ് ഒരുമിച്ച് ഒരു മുറി കിടക്കാത്തത്? എന്റെ അച്ഛ, ഈ ചേട്ടൻ കുടിച്ചു വരും, പിന്നെ വായിൽ പാൻകൊരാകും, മറ്റേ മസാലയും പിന്നെ പുക വലിച്ചു വരും. ഈ ദുഷിച്ച മണം കേട്ട് കഴിഞ്ഞാൽ ആ മുറിയിലല്ല, ആ വീട്ടിൽ കയറില്ല എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, കുറച്ചു നാളും കൂടി മറ്റേ മുറിയിൽ തന്നെ താമസിച്ചാൽ, വീട് വിട്ടു പോകണ്ട. അറ്റ്ലീസ്റ്റ് വീട്ടിലെങ്കിലും ഉണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഭർത്താവിന് ആഗ്രഹമാണ് ഭാര്യ വരണം. അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, കുറച്ച് ത്യാഗമെടുക്കും, അല്ലേ? ആ കള്ളുകൂടി ഒന്ന് നിർത്ത്, ആ പുകവലി ഒന്ന് അവസാനിപ്പിക്കും, ആ വായിൽ അതും തോന്നിയതൊക്കെ ഇടുന്നത് ചവക്കുന്ന തുപ്പുന്നതൊക്കെ ഒന്ന് അവസാനിപ്പിക്കും. ത്യാഗമെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ത്യാഗമെടുക്കേണ്ട ഒത്തിരിയേറെ മേഖലകളുണ്ട്. അപ്പൊ അതിലൊരെണ്ണം പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞു. അതുപോലെ തന്നെ ഭാര്യയും ത്യാഗമെടുക്കണം. ത്യാഗമെടുക്കാതെ ബന്ധം വളരുകയില്ല. പറഞ്ഞു വരുന്നത്, നമ്മൾ പതുക്കെ ടോപ്പിക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈശോയ്ക്ക് വേണ്ടി ത്യാഗമെടുക്കാതെ, ഈശോയ്ക്ക് ഇഷ്ടപ്പെടാത്തത്, നേരത്തെ പറഞ്ഞത് ഈ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ഉപേക്ഷിക്കണം. അതുപേക്ഷിക്കാതെ ഭാര്യ പറയാണ്, ഞാൻ ബന്ധത്തിനില്ല. കർത്താവ് പറയാണ്, നീ ചില തിന്മകൾ ഉപേക്ഷിച്ചാൽ മാത്രമേ ആഴത്തിലുള്ളൊരു ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് നമ്മൾ പറഞ്ഞു, പ്രലോഭനങ്ങൾ വരുന്നു. ഈ ലോകത്തിന്റെ എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത്? ലോകത്തിന്റെ ഈ ചില അധികാരമോഹങ്ങളോടുള്ള ആകർഷണങ്ങൾ. ഒരു സഹോദരി പറഞ്ഞു, അച്ഛൻ ഞാൻ എൻ്റെ ജോലി രാജിവെച്ചു.
എന്തിനാ ജോലി രാജിവെച്ചത്? ഭർത്താവിൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടി ഞാൻ ജോലി രാജിവെച്ചു. ഭർത്താവിനോടും മക്കളോടും കൂടെ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി വിദേശത്തുണ്ടായിരുന്ന ജോലി രാജിവെച്ചു വന്നു. കാരണം മക്കളെയും ഭർത്താവിനെയൊന്നും കൊണ്ടുപോകാൻ നോക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആ ജോലി തന്നെ വേണ്ടെന്ന് വെച്ചു. 1.25 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയായിരുന്നു, അത് വേണ്ടെന്ന് വെച്ചു. ബന്ധത്തിന് വേണ്ടി. നീ കർത്താവിനോടുകൂടി ആയിരിക്കാൻ ഇതുപോലെ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഈ ലോകത്തിലുള്ള സുഖഭോഗങ്ങൾ, പ്രത്യേകിച്ച് കർത്താവിനോടുകൂടെ ആയിരിക്കാൻ നമ്മൾ വേണ്ട എന്ന് വയ്ക്കേണ്ട കാര്യങ്ങളുടെ ഒരു സംഗ്രഹം എന്ന രീതിയിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, പാപവും പാപസുഖങ്ങളും പാപമോഹങ്ങളും വേണ്ട എന്ന് വയ്ക്കണം. ഈശോയുടെ അടുത്ത് പ്രലോഭനം വന്നു. അപ്പം കഴിക്കുക എന്ന് പറയുന്നത് ഒരു തിന്മയല്ല, ആണോ? അല്ല. പക്ഷേ അപ്പനെ വിറ്റിട്ട് അപ്പം കഴിക്കാൻ പോകരുത്, അതാണ് നമ്മൾ പറഞ്ഞത്. കല്ലുകളെ അപ്പമാക്കാൻ നിൽക്കരുത്. നിനക്ക് അപ്പമായി ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ് നീ അപ്പമായി കഴിക്കേണ്ടത്. കല്ലുകളെ ഭക്ഷിച്ച് അപ്പമാക്കാൻ നിൽക്കരുത്. കണ്ണിന്റെ പ്രലോഭനങ്ങൾക്ക് പിറകെ പോകരുത്. കണ്ണിന് ദുരാശകളുണ്ട്. കർത്താവിന് ചേരാത്ത, കർത്താവിന്റെ വിശുദ്ധിക്ക് ചേരാത്ത ചില ദുരാശകൾ കണ്ണിനുണ്ട്. കണ്ണ് പരക്കം പായുകയാണ്. എനിക്ക് കണ്ണിന്റെ ദുരാശകളുടെ ഭക്ഷണം എവിടെ കിട്ടുമെന്നന്വേഷിച്ച് കണ്ണ് പാഞ്ഞു നടക്കുന്നു. മൊബൈൽ എവിടെ, മൊബൈൽ എവിടെ എന്നന്വേഷിച്ചു. ഇതിൽ തിന്മയെവിടെ എന്നന്വേഷിച്ച് നടക്കുന്നു. കാതിനും ചില വിശപ്പുകളുണ്ട്, കർത്താവിന് ചേരാത്ത വിശപ്പുകളുണ്ട്. കാത് ആ വിശപ്പുകളെ അന്വേഷിച്ച് നടക്കുന്നു. നാവിന് ചില വിശപ്പുകളുണ്ട്, തോന്നിയത് പറയാൻ. ഒരു കൊച്ചിനെ കുറിച്ച് അമ്മ പറഞ്ഞാണ്, അച്ഛാ ഇവൻ 4ാം ക്ലാസ്സിലായിട്ടുള്ളൂ, ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തെറികൾ എൻ്റെ ഈ 50 കൊല്ലത്തെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. അച്ഛൻ പറഞ്ഞു, എഴുതി വെച്ച് പഠിച്ചു. കാരണം നാവിന് തിന്മ പറയാനുള്ള വിശപ്പുകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ വിശപ്പുകളെ എന്ത് ചെയ്യണം? ഹൃദയത്തിന് കർത്താവിന് ചേരാത്ത ചില വികാരങ്ങള്, ചില ദാഹങ്ങള് എന്ത് ചെയ്യണം? അതിനെ നിഗ്രഹിക്കണം. ഹല്ലേലൂയ. ഇതിനെ എന്ത് ചെയ്യണം? നിഗ്രഹിക്കണം. ഇതിനെയാണ് ആത്മനിഗ്രഹം എന്ന് പറയുന്നത്, പരിത്യാഗം എന്ന് പറയുന്നത്. ഇതിനൊക്കെ ഇങ്ങനെ ഒരു ആകർഷണമുണ്ട്. കൈക്കും കാലിനൊക്കെ ആകർഷണമുണ്ട്. ശരീരത്തിൽ ഓരോ കോശത്തിനും ആകർഷണമുണ്ട്. ഈ ആകർഷണത്തെ നിഗ്രഹിച്ചിട്ട്, ഈ ആകർഷണത്തെ മുഴുവൻ കർത്താവിലേക്ക് തിരിച്ചു വെക്കുന്ന പ്രക്രിയയാണ് നമ്മൾ പറയുന്നത് ആത്മപരിത്യാഗം എന്ന് പറയുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഇതെല്ലാം പരിത്യാഗം ചെയ്ത് കർത്താവിലേക്ക് തിരിച്ചു വെക്കാതെ നിനക്ക് കർത്താവുമായി ഇടപെടാൻ കഴിയുകയില്ല. ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിൽ നിനക്ക് രൂപാന്തരീകരണം സംഭവിക്കുകയില്ല. എന്താ അച്ഛൻ പറഞ്ഞത്? ആത്മപരിത്യാഗം ചെയ്യാതെ ഇടപെടാൻ കഴിയുകയില്ല. ഇടപെടാൻ കഴിയാതെ രൂപാന്തരീകരണം സംഭവിക്കുകയില്ല. രൂപാന്തരീകരണം സംഭവിക്കാതെ മഹത്വം ലഭിക്കുകയില്ല. അപ്പോൾ ആത്മപരിത്യാഗം ചെയ്തില്ലെങ്കിൽ നിനക്ക് മഹത്വം കിട്ടുകയില്ല, രൂപാന്തരീകരണം കിട്ടിയില്ല, മഹത്വം കിട്ടുകയില്ല. നമ്മൾ ഇവിടെ വന്നത് വണ്ടിക്കാശ് വെറുതെ. കറക്റ്റ്, വണ്ടിക്കാശ് വെറുതെ. ഹല്ലേലൂയ. പുല്ലരിയാൻ പോയിരുന്നെങ്കിൽ പറയുന്ന ടോപ്പിക്കിന്റെ ഗൗരവം മനസ്സിലായോ? യെസ്. അപ്പോൾ ആത്മപരിത്യാഗം ഏതൊക്കെ മേഖലയിലാണെന്ന് കഴിഞ്ഞ ആഴ്ച അച്ഛൻ സൂചിപ്പിച്ചായിരുന്നു. എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് പുതിയ അടുത്ത ഇതിന്റെ തുടർന്ന് പോകണ്ടേ. ഹല്ലേലൂയ. നമ്മിൽ നിന്ന് തന്നെ, മറ്റുള്ളവരിൽ നിന്ന് മാത്രമല്ല, നമുക്ക് നമ്മിൽ നിന്ന് തന്നെ ഒരു ഡിറ്റാച്ച്മെന്റ് വേണം. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, വീട് മുഴുവൻ അടച്ചിട്ടിട്ട്, ഓർക്കുന്നില്ലേ? വീട് മുഴുവൻ ആരും കേറാതെ വീട് മുഴുവൻ അടച്ചിട്ടു. കള്ളൻ അകത്ത് തന്നെ ആയിരുന്നു. ആരായിരുന്നു ആ കള്ളൻ?
ഞാനെന്ന് പറയുന്ന ഒരു കള്ളൻ, നമ്മളിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ഡിറ്റാച്ച്മെന്റ് വേണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മിൽ നിന്ന് തന്നെ നമുക്ക് ഒരു വിടുതൽ വേണം. നമ്മൾ പല ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. പൗലോസിന്റെ കാര്യം പറഞ്ഞു, ദാനിയേലിന്റെ പുസ്തകത്തിലുള്ള കാര്യം പറഞ്ഞു, ഈശോയുടെ പ്രലോഭനങ്ങളെ കുറിച്ച് പറഞ്ഞു. ആൾക്കൂട്ടം വേണ്ട, അപ്പം മതി, അധികാരം വേണ്ട, അപ്പൻ മതി, കർത്താവ് മതി എന്ന് പറയുന്ന രീതിയിൽ പ്രലോഭനങ്ങളെ അതിജീവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങി കഴിഞ്ഞ ആഴ്ച പരിത്യാഗത്തിന് വേണ്ടി. അപ്പോൾ ഇതുപോലെ നമ്മെ തന്നെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ സുഖങ്ങളെ, നമുക്കൊന്ന് TV കാണാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ തോന്നുന്നു, ഒന്ന് പിക്നിക്കിന് പോകാൻ തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് ചില മോഹങ്ങൾ, കർത്താവിന് നിരക്കാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നു. ഇതൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ടി നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? നമുക്ക് ഇതൊക്കെ ഉപേക്ഷിച്ചാൽ എന്തെങ്കിലും കിട്ടും എന്ന് തോന്നിയാലല്ലേ? അല്ലേ? കാലത്ത് തന്നെ വെളുപ്പിന് 2 മണിക്ക് എഴുന്നേറ്റ്, നല്ല തണുപ്പാണെങ്കിൽ കൂടെ 2 മണിക്ക് എഴുന്നേറ്റ് റബ്ബർ വെട്ടാൻ പോകുന്നതിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? സാമ്പത്തികമല്ല, മക്കളെ പഠിപ്പിക്കണ്ടേ? മക്കളോടുള്ള അപ്പച്ചന്മാരെ, നിങ്ങൾ വെളുപ്പിന് എഴുന്നേറ്റ് ഈ റബ്ബർ വെട്ടാൻ പോകുമ്പോ കാശ് കാശ് എന്ന് പറഞ്ഞല്ല വെട്ടാൻ പോകുന്നത്. ഹൃദയത്തിൽ ഭാര്യയോടും മക്കളോടും ഒക്കെയുള്ള ആ സ്നേഹമാണ് നിങ്ങളെ വെളുപ്പിന് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത്. അല്ലേ? കാലത്ത് തന്നെ എഴുന്നേറ്റ് കോഴിക്കൂട്ടിലേക്ക് പോയിട്ട് മുട്ട ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ മുട്ട വെട്ടി അപ്പൊ തന്നെ മുട്ട മുൾസടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. ആണോ? ഈ പശുവിനെ വളർത്തുന്നത് പശുവിനോടുള്ള സ്നേഹം കൊണ്ടാണോ? ആണോ? അല്ല. ഭാര്യയോടും മക്കളോടും കുടുംബത്തോടുമുള്ള സ്നേഹമാണ് ഈ ത്യാഗമനുഷ്ഠിക്കുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം. അല്ലേ? ഈ കുഞ്ഞു മക്കള് തലകുത്തി നിന്ന് പഠിക്കുന്നത് എന്തിനാണ്? ഈ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടാണ്. അല്ല, നല്ല മാർക്ക്, നല്ല ജോലി കിട്ടണം, അഡ്മിഷൻ കിട്ടണം, അങ്ങനെ ഒരു ഘടകമുണ്ട്. അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുപോലെ നമ്മെ തന്നെ ഇങ്ങനെ പരിത്യാഗം ചെയ്യുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. എന്താണത്? ഉറക്കം വരുന്നുണ്ടോ ആർക്കെങ്കിലും? ഉറക്കം വരുന്നുണ്ടെങ്കിൽ അരി തിരിക്കുന്നവരോട് പറയാം. നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം ഒന്ന്, നിത്യതയെ കുറിച്ചുള്ള ചിന്ത. എന്താണ്? ഈ ഭൂമിയിൽ വെച്ച് തന്നെ എല്ലാം അവസാനിക്കുന്നില്ല. ചില മക്കൾ ജീവിക്കുന്നത് കണ്ടാ തോന്നും ഇവിടെ വെച്ച് തന്നെ എല്ലാം തീരുമെന്നത് പോലെയാണല്ലോ ഇവൻ ജീവിക്കുന്ന. തിന്നുക, കുടിക്കുക, മരിക്കുക, കിടന്നുറങ്ങുക, എഴുന്നേൽക്കുക, തിന്നുക, കുടിക്കുക, മൊബൈൽ നോക്കിയിരിക്കുക, പിന്നെയും കിടന്നു. ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗത്തെ കുറിച്ച് ഒരു ചിന്തയുമില്ലാത്ത ജീവിതം. പണ്ട് അമ്മമാർ കുഞ്ഞുമക്കളോട് ചോദിച്ചിരുന്നു, കുഞ്ഞുമോനെ, കുഞ്ഞുമോളെ, സ്വർഗത്തിൽ പോണ്ടേ? ഇടക്കിടക്ക് ചോദിച്ചിരുന്ന ചോദ്യമാണ്, സ്വർഗത്തിൽ പോണ്ടേ? വേണ്ടേ? ഇപ്പൊ ആ ചോദ്യം ഉണ്ടോ എന്ന് ആർക്കറിയാം? നീറ്റ് പരീക്ഷ പാസ്, ജോലി കിട്ടണ്ടേ, വിദേശത്ത് പോണ്ടേ, കാനഡയിൽ പോണ്ടേ, ഓസ്ട്രേലിയയിൽ പോണ്ടേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. സ്വർഗത്തിൽ പോണ്ടേ എന്ന് ചോദിക്കുന്നവര് കുറവ്. അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ നിത്യതയെ കുറിച്ചുള്ള ചിന്തയെ കുറിച്ച് ഈശോ പറഞ്ഞു, നിന്റെ കൈ നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ ആ കൈ മുറിച്ചു കളയെ. ആ കൈയില്ലാതെ സ്വർഗത്തിൽ പോകുന്നതാണ് 2 കൈയോടും കൂടെ നരകത്തിൽ പോയി കിടക്കുന്നതിലും നല്ലത്. നിത്യതയെ കുറിച്ചുള്ള ചിന്തയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ ആ കണ്ണ് ചൂഴ്ന്നു കളയുക. 2 കണ്ണോടും കൂടെ നരകത്തിൽ പോയി കിടക്കുന്നതിനേക്കാളും നല്ലതാണ്. നിന്റെ ബിസിനസ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ ആ ബിസിനസ് ഉപേക്ഷിക്കുക. നല്ല കാശുകാരനായി നരകത്തിൽ പോയി കിടക്കുന്നതിനും നല്ലതാണ് ഇത്തിരി കടബാധ്യതയുള്ളവനായി സ്വർഗത്തിൽ കിടക്കുക. ഹല്ലേലൂയ,
ഹല്ലേലൂയ. നിന്റെ ഫ്രണ്ട്ഷിപ്പ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് നീ ഉപേക്ഷിക്കുക. ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് നരകത്തിൽ കിടക്കുന്നതിലും നല്ലതാണ് ഫ്രണ്ട് ഇല്ലാത്തവനായി സ്വർഗത്തെ, അതാ നിത്യതയെ കുറിച്ചുള്ള ചിന്ത എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. ഉദാഹരണങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് കഴിഞ്ഞ ആഴ്ച പറയാത്തൊരു വചനവചനം പറയാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 39-ാമത്തെ തിരുവചനം. എടുത്തേ, ബൈബിൾ എടുക്ക്. മൊബൈലിൽ ബൈബിൾ ഉള്ളവര് മൊബൈൽ തുറന്ന് ബൈബിൾ എടുക്ക്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 39-ാമത്തെ തിരുവചനം. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. അതായത് എനിക്കുള്ളത്, എന്റെ സുഖം, ഇതാണ് സ്വന്തം ജീവൻ. എനിക്കൊന്നും നഷ്ടപ്പെടാൻ പാടില്ല, എന്നോടാരും വിഷമിപ്പിക്കുന്ന വർത്തമാനം പറയാൻ പാടില്ല. എൻ്റെ സ്വന്തം ജീവൻ കണ്ടെത്തുന്നതിന് എനിക്കെല്ലാം വേണം. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. എവിടെ കണ്ടെത്തും? സ്വന്തം ജീവൻ ഈ ഭൂമിയിൽ കണ്ടെത്താൻ പരിശ്രമിക്കുന്നവൻ സ്വർഗത്തിൽ അത് നഷ്ടപ്പെടുത്തും. ഈശോ പറഞ്ഞതാണ്, ഈ ഭൂമിയിൽ എന്നെ പ്രതി നീ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ നീ അത് കണ്ടെത്തും. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറഞ്ഞ, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, പത്രോസ്ലീഹായുടെ തിരുനാളാണ് നാളത്തെ കഴിഞ്ഞിട്ട്, ശനിയാഴ്ച. പൗലോസ്ലീഹായുടെ തിരുനാളാണ്. ഈശോയെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയവരാണ്. തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊല്ലപ്പെട്ടവനാണ് പത്രോസ്. വാളുകൊണ്ട് കഴുത്തുവെട്ടി കൊല്ലപ്പെട്ടവനാണ് പൗലോസ്. ഈശോയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ വ്യയം ചെയ്തിട്ട് നഷ്ടപ്പെടുത്തിയിട്ട് അതെവിടെ കണ്ടെത്തി? കുരിശിൽ ഇങ്ങനെ തലകീഴായി ക്രൂശിക്കപ്പെട്ട് മരണമടയാനായിരുന്നല്ലോ അവന്റെ വിധി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര ക്രൂരമാണ്. ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചിട്ട് കിട്ടിയത് ഇതാണ്. പൗലോസ്ലീഹായ്ക്ക് കിട്ടിയത് എന്താണ്? മുമ്പിൽ ഒരു ആരാച്ചാർ വാളുമായി നിൽക്കുകയാണ്. അവന്റെ കഴുത്ത് വെട്ടുന്നു. തല ശരീരത്തിൽ നിന്ന് വേർപെട്ട് ഇതാ മണ്ണിലേക്ക് വീഴുകയാണ്. ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചിട്ട് അത് കണ്ടെത്തുമെന്ന് ഈശോ പറഞ്ഞിട്ട് കണ്ടെത്തിയത് ഇങ്ങനെയാണല്ലേ? പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞു, നിങ്ങളത് നിത്യതയിൽ കണ്ടെത്തും. നിനക്ക് നിത്യതയെ കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെടുന്നതിന് നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 34-ാമത്തെ തിരുവചനം. നിന്റെ നിക്ഷേപം എവിടെയാണ്? അതായത് നീ നിന്റെ ഹൃദയം കൊണ്ടുവച്ചിരിക്കുന്നത് എവിടെയാണ്? സ്വർഗത്തിലാണോ ഭൂമിയിലാണോ? ഈശോ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്. ഈ ഭൂമിയിൽ ആരുടെയെങ്കിലും കയ്യിൽ ഹൃദയം കൊടുത്തു വെക്കരുത്. ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ കരുതി വെക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ചിന്ത അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കുക. ഇവിടെയുള്ള ജീവിതം മാത്രം ഇങ്ങനെ ചിന്തിച്ച് ജീവിക്കല്ലേ. സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കുക. ഇന്ന് എന്തായാലും കുറെ കുഞ്ഞുമക്കളൊക്കെ വന്നിട്ടുണ്ട്. സ്കൂളില്ലാത്തത് കൊണ്ട് എല്ലാ കുഞ്ഞുമക്കളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൈയടിച്ച് കൊച്ചുമക്കൾക്കൊക്കെ. കുഞ്ഞുമക്കളെ, നിങ്ങൾ പഠിക്കുമ്പോൾ സ്വർഗത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പഠിക്കും.
കേവലം റാങ്ക് കിട്ടുന്നതിനെ കുറിച്ചും അഡ്മിഷൻ കിട്ടുന്നതിനെ കുറിച്ചും ജോലി കിട്ടുന്നതിനെ കുറിച്ചും മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കല്ലേ. സ്വർഗത്തെ കുറിച്ച് ചിന്തിക്ക്. കുഞ്ഞുങ്ങൾ സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കാൻ മാതാപിതാക്കൾ അവരോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്ക്, മകനെ മകളെ സ്വർഗത്തിൽ പോകണ്ടേ എന്ന് ചോദിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ടാമതായി അടുത്തത് നമ്മെ തന്നെ പരിത്യജിക്കാൻ പ്രേരിപ്പിക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം യേശുവിനോടുള്ള സ്നേഹമാണ്. യേശുവിനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കും. യേശുവിനെ പ്രതി നമ്മളത് ഉപേക്ഷിക്കും. ഉണ്ണീശോയെ പ്രതി നമ്മളത് ഉപേക്ഷിക്കാൻ തയ്യാറാകും. സ്നേഹമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊന്നും ഉപേക്ഷിക്കുകയില്ല. സ്നേഹമാണ് പ്രധാനപ്പെട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛന് വളരെ സന്തോഷമായി. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ മദ്യപാനിയായ തന്റെ മരുമകനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു, ആദ്യം ചേട്ടൻ ഒറ്റയ്ക്ക് മുറിയിൽ കയറി, ഒരു പക്ഷെ ഇവിടെ ഉണ്ടാവും. ഈ അപ്പച്ചൻ ഒറ്റയ്ക്ക് മുറിയിൽ കയറിയിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ നന്നായിട്ട് മദ്യപിക്കുന്നവനും പുകവലിക്കുന്നവനുമായിരുന്നു. ഒരു മാസം മുമ്പ് ഇവിടെ വന്നു. 2-3 ദിവസം അങ്ങനെ തന്നെ തുടർന്നെങ്കിലും പെട്ടെന്ന് എൻ്റെ മദ്യപാനവും പുകവലിയും ഒരു സ്വിച്ചിട്ടാൽ എന്നതുപോലെ എനിക്കിപ്പോൾ അത് കാണുന്നത് തന്നെ ഇഷ്ടമല്ല. അത് 1 മാസമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല, 1 മാസമായിട്ട് ഞാൻ പുകവലിച്ചിട്ടില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയും. അങ്ങനെ അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ പുകവലിക്കുന്നവരെയും മദ്യപിക്കുന്നവരെയും ഒക്കെ കാണുന്നത് ഇഷ്ടമല്ല. നേരത്തെ മരുമകനായിട്ട് ഒരുമിച്ച് കമ്പനി കൂടിക്കൊണ്ടിരുന്നതാണ്. മരുമകനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. വെച്ചാൽ എൻ്റെ മാറിയത് പോലെ ഇവൻ്റെ ഒന്ന് മാറട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഈശോയോടുള്ള സ്നേഹം പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യ 7ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് ഒളിച്ചോടി. 2 പ്രാവശ്യം അമ്മ ത്രേസ്യ ഒളിച്ചോടി. ഒന്ന് 7ാമത്തെ വയസ്സിലാണ്. 7ാമത്തെ വയസ്സിൽ അമ്മ ത്രേസ്യ ഒളിച്ചോടിയത് എന്തിനു വേണ്ടിയാണെന്നറിയാവോ? ഈശോയോടുള്ള സ്നേഹം മൂത്ത് ഈ ഈശോയെ ഒന്ന് വേഗത്തിൽ കാണണം. വേഗത്തിൽ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോകണമെങ്കിൽ മരിക്കണം. അങ്ങനെ വെറുതെ മരിച്ചാൽ പോരാ, രക്തസാക്ഷിയായിട്ട് മരിക്കണം. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരെ കൊല്ലുന്നൊരു സ്ഥലമുണ്ടെന്ന് കേട്ടു. അങ്ങനെ ആ സ്ഥലത്തേക്ക് 7 വയസ്സുള്ള അമ്മ ത്രേസ്യയും 9 വയസ്സുള്ള അവളുടെ കസിനും കൂടെ യാത്ര ചെയ്യാണ്. വീട് വിട്ട് ഇറങ്ങിപ്പോയി രാത്രി. ഒരു ദിവസം രാത്രിയാണോ പകലാണോ? ഹല്ലേലൂയ. കുഞ്ഞുമക്കൾക്ക് വഴിയൊന്നും അറിഞ്ഞുകൂടാതിരുന്നത് കൊണ്ട് വഴിയിൽ വെച്ച് അമ്മാവൻ കണ്ട് തിരിച്ചു കൂട്ടിക്കൊണ്ട് 20ാമത്തെ വയസ്സിൽ അമ്മ ത്രേസ്യ നല്ല ബോധമുള്ള സമയത്ത് ആരും കണ്ടാൽ ഒന്നുകൂടെ നോക്കിപ്പോകുന്ന 20ാമത്തെ വയസ്സിന്റെ ഒരു പെൺകുട്ടിയുടെ എല്ലാ സൗന്ദര്യവും അടങ്ങിയിരുന്ന ഒരു സമയത്ത്, പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യയുടെ ജീവചരിത്രം പഠിക്കുമ്പോ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അവള് ക്ലബിൽ പോകുന്നതിനും ഡാൻസ് കളിക്കുന്നതിനും മറ്റുള്ളവരുടെ ആകർഷണ പാത്രമാകുന്നതിനും ഒത്തിരി പേര്, 500 പേര് അമ്മ ത്രേസ്യയോട് പ്രപ്പോസൽ പറഞ്ഞിട്ടുണ്ടായിരുന്നവർ. അങ്ങനെ പറയില്ലേ? പ്രപ്പോസൽ കുറേ പേര്, 500 എന്നച്ഛൻ ഇങ്ങനെ നമ്പറായിട്ട് പറഞ്ഞതാണ്. ഒത്തിരിയേറെ പേര് അമ്മ ത്രേസ്യയോട് ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. അമ്മ ത്രേസ്യയുടെ മുമ്പിൽ ഈ വന്നു കിടക്കുന്ന ഫോട്ടോയിൽ ഏതെങ്കിലും ഒന്ന് തൊട്ടാ മതി. അതുപോലെ ഒരു സൗന്ദര്യധാമമായിരുന്നു. അപ്രകാരം ലോകത്തിന്റെ എല്ലാ വിളികളും ഇൻവിറ്റേഷൻസും ലോകം അവളെ മാടി വിളിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് എനിക്ക് ഈ ലോകത്തിന്റെ വിളിയല്ല പ്രധാനപ്പെട്ടത്. എന്നെ എൻ്റെ പൊന്നു തമ്പുരാൻ അവിടെ അങ്ങ് അകലെയുള്ള ആവിലായിലുള്ള മിണ്ടാമഠത്തിലേക്ക് എന്നെ വിളിക്കുന്നു. ഒരു കർമ്മലീത്ത ജീവിതത്തിലേക്ക് എന്നെ വിളിക്കുന്നു. അവിടെ കർമ്മലമാതാവിന്റെ ഒരു മകളായി ജീവിക്കാൻ ഈശോ എന്നെ വിളിക്കുന്നു. ഈശോയോടുള്ള സ്നേഹത്താൽ ഹൃദയം ജ്വലിച്ച് അവൾ മിണ്ടാമഠത്തിൽ രാത്രി 12 മണിക്ക് അവൾ ഈ മിണ്ടാമഠത്തിന്റെ വാതിലിൽ വന്ന് മുട്ടുകയാണ്.
അവളെ മഠത്തിലേക്ക് വിടാൻ അവളുടെ അപ്പന് ഇഷ്ടമില്ലായിരുന്നു, അവളുടെ അങ്കിളിന് ഇഷ്ടമില്ലായിരുന്നു. അവളോട് പറഞ്ഞു, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്, നീ മിടുക്കിയാണ്, നീ ബുദ്ധിയുള്ളവളാണ്, നീ സൗന്ദര്യമുള്ളവളാണ്, നിനക്ക് ഈ ലോകത്തിൻ്റെതായ എല്ലാ സുഖവും ഈ ലോകം നിന്നെ കാത്തിരിക്കുകയാണ്, പ്രഭുക്കന്മാർ നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ലോകത്തിന്റെ വിളികൾ ഇങ്ങനെ ചുറ്റുപാടും മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് ലോകത്തിന്റെ ഈ ഇൻവിറ്റേഷൻസിനെ, പ്രപ്പോസൽസിനെ ചപ്പും ചവറുമായി കണക്കാക്കിക്കൊണ്ട് അവൾ ഒരു മിണ്ടാമഠത്തിന്റെ വാതിലിൽ ചെന്ന് മുട്ടി വിളിച്ച് അതിലേക്ക് പ്രവേശിച്ച് 67-ാമത്തെ വയസ്സുവരെ അവിടെ താമസിച്ചു മരിച്ചു. വിശുദ്ധയായി കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ചാണ് ഈശോ പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം ബൈബിൾ എടുക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24, 25 തിരുവചനങ്ങൾ. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്നോട് സ്നേഹമുണ്ടെങ്കിൽ. എന്തുകൊണ്ടാണ് നമ്മൾ ഒരാളുടെ പുറകെ പോകുന്നത്? നമ്മൾ പറയാറില്ലേ, അവൾ അവന്റെ പുറകെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സ്നേഹമുണ്ടെന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞു വരുന്നത് യേശുവിനോടുള്ള സ്നേഹമാണ് പ്രേരിപ്പിക്കുന്നു. ഒരു ദിവസം ഈശോ അമ്മ ത്രേസ്യക്ക് പ്രത്യക്ഷപ്പെട്ടു. അമ്മ ത്രേസ്യക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു പ്രോമിസ് കൊടുത്തു. I would create the universe again just to hear you say that you love me. I would create the universe again. സൃഷ്ടിക്കാൻ പോലും തയ്യാറാണ്. എന്തിനു വേണ്ടി? നീ ഇങ്ങനെ പറയുന്നത്. എന്ത് പറയുന്നത്? ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് നീ പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രം. കാരണം നീ അങ്ങനെ പറയുന്നത് കേൾക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയോട്, ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്, അത് കേൾക്കുന്നത് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. നമ്മൾ ആത്മാർത്ഥതയോടുകൂടെ, സത്യസന്ധതയോടുകൂടെ, ഹൃദയം ജ്വലിച്ചുകൊണ്ട് ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ കൊതിക്കുന്ന ഒരു ഹൃദയത്തോടുകൂടെയാണ് ഈശോ തിരുഹൃദയത്തിൽ, ഈശോയുടെ തിരുഹൃദയം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, ഈശോയേ. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, ഐ ലവ് യു എന്ന് പറയുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ കൊതിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു ഈശോയുണ്ട്. ഇവിടെ അങ്ങനെ വല്ലവരും ഇരിക്കുന്നുണ്ടോന്നാവും അല്ലേ? ഇടക്കിടക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നോന്ന് നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആരെങ്കിലും ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടക്കിടക്ക് ഇൻസ്റ്റാഗ്രാം എടുത്ത് തുറന്നു നോക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും ഷോർട്സ് അയച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. കാരണം ഒരു വചനം കൂടി പറയാം. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 14, 15 തിരുവചനങ്ങൾ. നിന്നെ ഇതിന് പൗലോസ് ഇങ്ങനെ കടന്ന് വെന്തുരുകുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? ഈശോയ്ക്ക് വേണ്ടി വെന്തുരുകുകയാണ്. ഇങ്ങനെ വെന്തുരുകുന്നതിന് വേണ്ടി പൗലോസിനെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? പൗലോസ് പറയുകയാണ്, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും. അച്ഛൻ വായിക്കുന്നത് 2 കൊരിന്ത്യർ 5, 14, 15 തിരുവചനങ്ങൾ. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ, ക്രിസ്തുവിന്റെ
ക്രിസ്തുവിന്റെ സ്നേഹം ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ഉത്തേജനം നൽകുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ഉത്തേജനം നൽകുന്നു. നമ്മളെ ഇങ്ങനെ ഇവിടെ ഇരുത്താൻ ഈ സമയത്ത് ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടും ഒക്കെ ഉള്ള ഒരു ദിവസത്തിൽ അല്ലേ, വീട് വിട്ട് പുറത്തിറങ്ങരുതെന്ന് സർക്കാർ പറഞ്ഞിട്ടുള്ള ഒരു ദിവസത്തിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ, ഇത്രയും മഴ പെയ്യുമ്പോഴും വണ്ടി ഓടിച്ചു വരാൻ, ടൂ വീലർ ഓടിച്ചു വന്നവരുണ്ട്, ബസ്സിന് വന്നവരുണ്ട്, കാറിന് വന്നവരുണ്ട്. ഇതുപോലെ വരാനായിട്ട് ശക്തി തരുന്നത് പ്രിയപ്പെട്ടവരെ എന്താണ്? ക്രിസ്തുവിന് നമ്മോടുള്ള സ്നേഹമാണ്. ഇത്രയും മഴ പെയ്യുമ്പോ 1000 രൂപ പഞ്ചായത്തിൽ തരാന്ന് പറഞ്ഞാൽ നമ്മൾ പോവേല? പോവോ? ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചോദിക്കും ചത്തിട്ട് വേണോ 1000 രൂപ മേടിക്കാൻ വേണ്ടി, അല്ലേ? ഹല്ലേലൂയ. പക്ഷേ ഇവിടെ ഒരു ആവിലാക്കഞ്ഞി 1000 രൂപയല്ല, ആവിലാക്കഞ്ഞി. ഈ കഞ്ഞി കണ്ടിട്ടൊന്നുമല്ല, നമ്മൾ കർത്താവിന്റെ സ്നേഹം കണ്ടിട്ട്, ഈ സ്നേഹം നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു, അച്ഛൻ ഞാൻ വ്യാഴാഴ്ചകളിൽ വിചാരിക്കും ഇന്ന് പോണ്ട എന്ന് വിചാരിച്ച് യൂട്യൂബ് ഓൺ ചെയ്ത് വെക്കും. സ്തുതിപ്പ് തുടങ്ങുമ്പോ, ആരാധന തുടങ്ങി കഴിയുമ്പോ പിന്നെ അവിടെ ഇരിക്കാൻ പറ്റില്ല, എഴുന്നേറ്റ് ഇങ്ങോട്ട് ഓടിപ്പോരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹം നമുക്ക് ഇരിക്കപ്പൊറുതി തരാതെ ആകുന്നത് കൊണ്ടാണ് കർത്താവിന്റെ ഒരു തടസ്സവും നമുക്ക് തടസ്സമല്ലാതെയായി മാറുന്നത്. പൗലോസ് പറയുകയാണ്, അവൻ ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ബോധ്യമുള്ളതിനാൽ അവന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതാവസാനം വരെ ഈശോയോട് കൂടെ ജീവിക്കുമെന്ന ഉടമ്പടി മാത്രമല്ല ഉള്ളത്, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമെന്ന ഉടമ്പടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നത് ഞങ്ങൾക്കുള്ളതെല്ലാം ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാനുള്ള ഒരു ഉത്തേജനമാണ്. എല്ലാം കൊടുക്കാനുള്ള ഒരു ഉത്തേജനം. പ്രിയപ്പെട്ടവരെ, സ്വയം മറന്ന് ജീവൻ പോലും അവഗണിക്കുന്ന ചില ആളുകളുണ്ട്, തീവ്രവാദികൾ ഇല്ലേ? എത്രയോ തീവ്രവാദികളാണ് സ്വയം ഒരു എന്താണ് സൂയിസൈഡ് ബോംബായിട്ട് മാറുന്നത്. അവരെ എന്തോ പ്രേരിപ്പിക്കുന്നുണ്ട് ഈ തീവ്രവാദികൾ. നമുക്കറിയാം, നമുക്ക് വളരെ ഓർമ്മയിലുള്ള ഒരു സംഭവമാണ്, രാജീവ് ഗാന്ധിയെ കൊല്ലുന്നതിന് വേണ്ടി അവൾ സ്വയം ഒരു ബോംബായിട്ട് മാറി. അവൾ പൊട്ടിത്തെറിച്ചു, അവളുടെ ദൗത്യം പൂർത്തിയാക്കി. 2001 സെപ്റ്റംബർ 11 അല്ലേ, ആ പ്ലെയിനിൽ കയറിയ തീവ്രവാദികൾ ആ പ്ലെയിൻ കൊണ്ടുപോയി ഓടിച്ചു കയറ്റിയത് ആ ടിൻ ടവറിലേക്കാണ്. ഇത് പറത്തിക്കൊണ്ടുപോകുമ്പോ അവർക്ക് എന്തറിയാം, ഇത് അവസാന പാച്ചിലാണെന്നറിയാം. അപ്പോൾ ഇവരെ ഈ തീവ്രവാദത്തിന് വേണ്ടി സ്വയം ജീവൻ ബലിയാക്കി തീർക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്തോ ഉണ്ട്. അവിടെ നിൽക്കട്ടെ. ഈശോയ്ക്ക് വേണ്ടി ഇതുപോലെ മരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം. ഒരു മിഠായി ഉപേക്ഷിക്കാൻ, ഒരു ത്യാഗം ചെയ്യാൻ, ഒന്ന് ക്ഷമിക്കാൻ. അച്ഛൻ പറയാം, ഈ ത്യാഗം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ത്യാഗം ചെയ്യാനുള്ളതെന്ന് പറയാം. അപ്പോൾ പ്രിയപ്പെട്ടവർ, അത് കുറച്ച് തൊട്ട് താഴെയുണ്ട്. അപ്പൊ യേശുവിനോടുള്ള സ്നേഹമാണ് നമുക്ക് ഉത്തേജനം നൽകുന്നത്. എന്തിന്?
ഒരു ഉദാഹരണം, പെട്ടെന്നൊരു ഉദാഹരണം, ക്ഷമയെക്കുറിച്ച് തന്നെ എടുക്കാം. നമ്മൾ പറയുന്നു ഈശോയെ പ്രതി ഒന്ന് ക്ഷമിക്ക. അപ്പോ നമ്മൾ പറയുന്നു ഈശോയെ പ്രതി അങ്ങനെ ക്ഷമിക്കാനൊന്നും പറ്റില്ല, ഇതങ്ങനെ വിട്ടുകൊടുത്ത ബാക്കിയുള്ളതൊക്കെ ഞാൻ വിട്ടുകൊടുക്കാം, ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പരിത്യാഗം ചെയ്യാത്തവരാണ്. എന്താണ്? അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തു, ഈ ദ്രോഹം ചെയ്തു. അപ്പൊ നമ്മൾ പറയുന്നു ഈശോയെ പ്രതി ക്ഷമിക്ക്, ശരിയാവില്ല, അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തു. വേറെ ആരോടാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ടത് ഈശോയാണോ ഞാനാണോ? ഞാനാണ്. ഈ ഞാനെന്ന് പറയുന്ന ഈ ആളെ പരിത്യാഗം ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഞാൻ എന്നത് എന്നോട് ചെയ്ത അപരാധങ്ങളെല്ലാം ഈശോയെ പ്രതി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതൊരു ആത്മപരിത്യാഗമാണ്. ഞാനല്ല പ്രധാനപ്പെട്ടത്, ഈശോയാണ് പ്രധാനപ്പെട്ടതെന്ന പ്രഖ്യാപനമാണ്. വളരെ പ്രാക്ടിക്കലായിട്ട് പറയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെക്കുറിച്ച് കൂടുതൽ അതിന്റെ സെഷനിൽ ഭാഗം വരുമ്പോൾ അച്ഛൻ പറയും. അടുത്തതായിട്ട് അപ്പോ സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കുക, ഒന്ന്. രണ്ട്, ഈശോയോടുള്ള സ്നേഹം നമ്മെ പ്രേരിപ്പിക്കുന്നു. രണ്ട്, മൂന്ന്, യേശുവിനെ കുറിച്ചുള്ള ബോധ്യം. സ്നേഹം മാത്രം പോരാ, നമുക്ക് യേശുവിനെ കുറിച്ചൊരു ബോധ്യം വേണം. നമുക്ക് ഭർത്താവിനോട് സ്നേഹം മാത്രം ഉണ്ടായാൽ പോരാ, ഭർത്താവിനെ കുറിച്ചൊരു ബോധ്യം വേണം. കഴിവുകളെ കുറിച്ച്, കുറവുകളെ കുറിച്ച്, പ്രയാസങ്ങളെ കുറിച്ചൊക്കെ ബോധ്യം വേണം. ചില ആളുകൾക്ക് സ്നേഹം മാത്രമുള്ളൂ, അയാൾ കടന്നു പോകുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അറിയാൻ പോലും പരിശ്രമിക്കുന്നത്. ഭാര്യയോട് സ്നേഹം മാത്രം ഉണ്ടായ പോലെ അവളുടെ പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, വേദനകൾ അറിയണം. ഒരു രോഗം വന്നത് അതിന്റെ പ്രയാസം മരുന്ന് കഴിക്കുന്നത് അറിയണം. ഒരു കഴിവുള്ളത്, ഭാര്യയ്ക്കൊരു കഴിവുള്ളത് അറിയണം. ഒരു മേഖലയിൽ കഴിവ് കുറവുള്ളത് അറിയണം. പ്രിയപ്പെട്ടവർ, ഇതിനെയാണ് ബോധ്യം എന്ന് പറയും. മക്കളോട് സ്നേഹം ഉണ്ടായാൽ മാത്രം പോരാ, അവർക്ക് ചില താല്പര്യങ്ങൾ ഉള്ളത് അറിയണം, അവർക്ക് ചില ആഗ്രഹങ്ങൾ ഉള്ളത് അറിയണം, അവർക്ക് ചില തെറ്റുകൾ സംഭവിക്കുന്നത് അറിയണം. കൊച്ചു പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ 9 വർഷമായിട്ടുള്ള പ്രണയമാണ്. അപ്പൻ ഇന്നാ അറിയുന്നത്, അമ്മ ഇന്നലെയാണ് അറിയുന്നത്. അതാണ് പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, ബോധ്യം വേണം. യേശുവിനെ കുറിച്ചുള്ള ബോധ്യമാണ് നമ്മെ ഈ ലോകത്തിലെ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നത്. പൗലോസ്ലീഹ കൃത്യമായിട്ടത് പറയുകയാണ്. എടുത്തോ, ബൈബിൾ എടുത്തോ. 3-ാം അധ്യായം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളിൽ നിന്ന് അച്ഛൻ പിക്ക് ചെയ്ത് വായിക്കുകയാണ്. 8, 10, 21. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം. എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം? അവിടുന്ന് സൃഷ്ടാവാണ്. എല്ലാം ഈശോയിലൂടെയാണ് രൂപപ്പെട്ടത്. അവിടത്തോടുകൂടെ അല്ലാതെ ഒന്നും രൂപപ്പെട്ടിട്ടില്ല. ഈശോയെ കുറിച്ചുള്ളൊരു ജ്ഞാനമാണ്. ഈശോ കേവലം മനുഷ്യരക്ഷകനായി പിറന്ന് ഭൂമിയിൽ അവതരിച്ച്, ഈശോ മരിച്ചു, കുരിശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, എന്റെ രക്ഷകനായി എന്നത് മാത്രമല്ല, അവിടത്തിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്.
ഈശോയിലൂടെ അല്ലാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അവിടെ നിന്ന് എല്ലാം നിലനിർത്തുന്നവനാണ്, എല്ലാം പരിപാലിക്കുന്നവനാണ്, രക്ഷിക്കുന്നവനാണ്. ശിക്ഷയുടെ മേൽ, മരണത്തിന്റെ മേൽ, ജീവന്റെ മേൽ അധികാരമുള്ളവനാണ്. കാറ്റിന്റെ മേൽ, കടലിന്റെ മേൽ അധികാരമുള്ളവനാണ്. സമയത്തിന്റെ മേൽ, ദൂരത്തിന്റെ മേൽ അധികാരമുള്ളവനാണ്. മനുഷ്യ ഹൃദയത്തിന്റെ മേൽ അധികാരമുള്ളവനാണ്. പ്രപഞ്ചത്തിന്റെ മേൽ അധികാരമുള്ളവനാണ്. പാപത്തിന്റെ മേൽ അധികാരമുള്ളവനാണ്. അനുതാപത്തിന്റെ മേൽ അധികാരമുള്ളവനാണ്. അങ്ങനെ എല്ലാറ്റിൻ്റെയും മേൽ അധികാരമുള്ളവനും ആദിയും അനന്തവും അന്തവുമായിട്ടുള്ളവനാണ്. അവൻ സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സർവത്തിൻ്റെയും മേൽ അധികാരമുള്ളവനാണ്. അപ്പോൾ ഈശോയെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. കടൽ പോലെ പരന്നു കിടക്കുകയാണ്, ആകാശം പോലെ ഉയർന്നു നിൽക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അതിന്റെ ഒരറ്റം, ഒരു ഐസ്ബർഗിന്റെ അറ്റം എന്ന് പറഞ്ഞതുപോലെ, ഒരു മഞ്ഞുമലയുടെ തുമ്പു കണ്ടാൽ എന്നതുപോലെയാണ് നമുക്ക് ഈശോയെ കുറിച്ചുള്ള ഒരു ബോധ്യം എന്ന് പറയാം. ഈ ബോധ്യം വളരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, ഈ ഭൂമിയിൽ പലതും വിലയുള്ളതെന്ന് നമ്മൾ കരുതിയത് അവന്റെ തിരുമുമ്പിൽ നിൽക്കുമ്പോ വിലയില്ലാത്തതാണ്. ഈ മഹാപർവ്വതവുമായി തുലനം ചെയ്യുമ്പോ എൻ്റെ വീട്ടുമുറ്റത്തുള്ള മണൽക്കൂന ഒന്നുമല്ല എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ? അങ്ങനെയല്ലേ കുഞ്ഞുമക്കള് കുറച്ച് ഒരു കൂന ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറിയിരുന്ന് ഞാനിപ്പോൾ മലയുടെ മുകളിലാണ് എന്ന് പറയുന്നത്? നമ്മൾ ആ പിള്ളേരെ പോലെയാണ്. ഈ ലോകത്തിന്റെ ചില മണൽക്കൂനകളുടെ മുകളിലിരുന്ന് ഞാനിപ്പോൾ ടോപ്പിലാണ് എന്ന് പറയുന്നവർ മഹാപർവ്വതത്തെ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു, ഞാൻ അള്ളിപ്പിടിച്ചു കൊണ്ടിരിക്കുന്ന ഈ മണൽക്കൂന വെറും ഒരു മണൽക്കൂനയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ കുറിച്ചുള്ള ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മെ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ കൃപ തരുന്നത്. ഒരു വചനഭാഗം ഇങ്ങനെയാണ്. പത്രോസ് ചോദിച്ചു, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 27 മുതലുള്ള തിരുവചനങ്ങൾ. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 27 മുതൽ പത്രോസ് പറഞ്ഞു, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. ഞങ്ങളിതാ വന്നിട്ടുണ്ട്, കല്യാണത്തിന് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പാർട്ടിക്ക് വന്നിട്ടുണ്ട്, ഞങ്ങളിതാ നിന്റെ പുറകെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഞങ്ങൾക്ക് എന്ത് തരാൻ സാധിക്കും? നിനക്ക് എന്ത് തരാൻ കഴിയും? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റും? അല്ലേ? കല്യാണത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത്, പെണ്ണിന് നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും? നിങ്ങളുടെ കഴിവനുസരിച്ച് കൊടുക്കും. എന്നാലും അന്ന് പറയുമ്പോൾ നമുക്കൊരു ആഗ്രഹമുണ്ട്, നമുക്ക് പരമാവധി കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടെയാണ് നമ്മൾ പറയുന്നത്, നിങ്ങളുടെ കഴിവനുസരിച്ച് കൊടുക്ക്, അതൊട്ടും കുറയരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാണമില്ലാത്തവർ എല്ലാവരും ഉണ്ടാക്കി വെച്ച് കാശ് കഴിവനുസരിച്ച് ഞങ്ങൾക്ക് തരാൻ പറയുന്നത് നാണക്കേടല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പത്രോസ് ചോദിച്ചു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? യേശു അവരോട് പറഞ്ഞു, ശ്രദ്ധിക്കണം, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ. ഈശോ തുടങ്ങുന്നത് ഇവിടെ കിട്ടുന്നത് പറഞ്ഞല്ല, മോളി കിട്ടുന്നത് പറഞ്ഞ് തുടങ്ങാണ്. പുനർജീവിതത്തിൽ നിങ്ങൾ എന്നെ അനുഗമിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ വഞ്ചിയും വലയും അപ്പനെയും അമ്മയെയും ഉപേക്ഷിച്ച് എന്റെ പിറകെ വന്നിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്തിലെ ചില ആകർഷണങ്ങളും മോഹങ്ങളും എനിക്ക് വേണ്ടി നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ, അങ്ങനെ ഒരു ദിവസമുണ്ട്, മനുഷ്യപുത്രൻ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ആകാശത്തെയും ഭൂമിയെയും മനുഷ്യനെയും വിധിക്കാൻ ഉപവിഷ്ടനാകുമ്പോൾ, എന്നെ അനുഗമിച്ച നിങ്ങൾ, എനിക്ക് വേണ്ടി ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ച നിങ്ങൾ, ഈ പെരുമഴ പെയ്യുമ്പോഴും എന്റെ വചനം കേൾക്കാൻ, എന്നെ ആരാധിക്കാൻ ഈ തിരുനടയിൽ വന്നിരുന്ന നിങ്ങൾ, എന്നെ അനുഗമിച്ച നിങ്ങൾ, ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ ഇരിക്കുമെന്ന് ഈശോ കൊടുക്കുമ്പോ ഈശോയുടെ കഴിവനുസരിച്ച് കൊടുക്കുമെന്ന്.
ഹല്ലേലൂയ. ഈശോ സിംഹാസനത്തിലിരിക്കുമ്പോ അവന്റെ കൂടെ നടന്നവർക്ക് വിധിക്കാനുള്ള അധികാരത്തോടുകൂടെ സിംഹാസനങ്ങളിൽ ഇരിക്കുമെന്ന് പറഞ്ഞത് ഈശോയാണ് മനസ്സിൽ കുറിച്ചു വെച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് പറയുകയാണ്, എന്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും. അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ, ഹൃദയം തുറന്ന് വിളിക്കാം ഈശോയേ, മനസ്സുരുകി വിളിക്കട്ടെ. ഈശോയാണ് പറഞ്ഞത് 100 ഇരട്ടി ലഭിക്കുമെന്ന്. ഹല്ലേലൂയ. നീ ഒരു സന്തോഷം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ? നിനക്ക് 100 സന്തോഷം കർത്താവ് എടുത്തു തരും. നീ ഈ ലോകത്തിലെ ഒരു ബന്ധം ഈശോയെ പ്രതിയുള്ള സ്നേഹത്താൽ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ? നിനക്ക് 100 ബന്ധം കർത്താവ് എടുത്ത് നിന്റെ കയ്യിൽ വെച്ച് തരും. നീ ഉപേക്ഷിച്ചതിന്റെ 10,000 ഇരട്ടി ഗുണമുള്ള ബന്ധം കർത്താവ് നിനക്ക് നിന്റെ ചങ്കിലേക്ക് എടുത്തു വെച്ച് തരും. കൈയടിച്ച് നന്ദി പറയാം, പുറകെ വിളിക്കാം ഈശോയേ. ഈ ലോകത്തിന്റെ ഒരു മഹത്വം, ഈ ലോകത്തിന്റെ ഒരു പ്രശംസ ഈശോയെ പ്രതി നീ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ? അതിന്റെ 100 ഇരട്ടി സ്വർഗത്തിന്റെ സുഗന്ധവും വെളിച്ചവുമുള്ള ഒരു മഹത്വം നിനക്ക് നിന്റെ ചങ്കിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് എടുത്തു വെച്ചു തരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് യേശുവിനെ കുറിച്ചുള്ള ബോധ്യം എന്ന് പറയുന്നത്. അവൻ തരാമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ബോധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞത്, പാടിയത് 73-ാം സങ്കീർത്തനം 25-ാമത്തെ തിരുവചനം, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്, ഭൂമിയിലും അങ്ങേയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. എന്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എന്റെ ബലം. അവിടെന്നാണ് എന്നേക്കുമുള്ള എന്റെ ഓഹരി. എന്തെന്നാൽ അങ്ങിൽ നിന്ന് അകന്നു പോകുന്നവർ നശിച്ചു പോകുന്നു, അങ്ങയോട് കാപട്യം കാണിക്കുന്നവരെ അങ്ങ് സംഹരിക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്റെ ആനന്ദം. ദൈവമായ കർത്താവിൽ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു, അവിടുത്തെ പ്രവർത്തികളെ ഞാൻ പ്രഘോഷിക്കും. എന്റെ ആനന്ദം എന്റെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. എന്റെ ശരീരവും മനസ്സുമൊക്കെ തളർന്നു പോയേക്കാം, പക്ഷെ എന്റെ ആനന്ദം, എന്റെ ബലം, എന്റെ ഓഹരി എന്റെ കർത്താവാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കർത്താവിനെ കുറിച്ചൊരു ബോധ്യം കിട്ടിയപ്പോ ഫ്രാൻസിസ് സേവ്യറിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു മനസ്സിൽ. ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം? ബോധ്യം എന്താണ്? ആത്മാവ് നശിച്ചാൽ ഒരു പ്രയോജനവുമില്ല. ബോധ്യമാണ്. ലോകം മുഴുവൻ നേടി ഞാൻ ഈശോയുടെ സ്വന്തമായില്ലെങ്കിൽ ഇത് മുഴുവൻ പാഴാണ്. ബോധ്യമാണ്. ഈ ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോ അയാള് വലിയ ഒരു കോളേജിൽ പ്രൊഫസറായിട്ട് ജോലി ചെയ്യാനുണ്ടായിരുന്ന അവസരം ഉപേക്ഷിച്ചിട്ട് ഭാരതത്തിലേക്ക് വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരുന്ന ആഴ്ച, അതായത് അടുത്ത ബുധനാഴ്ച, വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുനാളാണ്. തോമാസ് ശ്ലീഹായുടെ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ജെറമിയായുടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ, ജെറമിയായുടെ പുസ്തകം 9-ാം അധ്യായം 23-ഉം 24-ഉം തിരുവചനങ്ങൾ വചനം എഴുതി വെക്കുന്നവർ എഴുതി വെക്കും. ജെറമിയ 9, 23, 24. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനിതെന്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ. ഈ ഭൂമിയിലുള്ള എന്തെങ്കിലും അറിയാമെന്ന് വിചാരിച്ച് ആരും അഹങ്കരിക്കാതിരിക്കട്ടെ. ഞാനിതെന്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ. ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ. സ്വന്തം മസിലുകൾ ആരും സെൽഫി എടുത്ത് വാട്സപ്പിൽ ഇടാതിരിക്കട്ടെ. ഒരു ഡെങ്കിപ്പനി വന്നാ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിതെന്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ. ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ. സമ്പന്നൻ തന്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ പിന്നെ നമ്മൾ എന്തിനെ കുറിച്ച് ഒരു പൊങ്ങച്ചം പറയും? ഇപ്പൊ എന്തിനെ കുറിച്ചെങ്കിലും അറിവുണ്ടെന്ന് പറയാൻ പാടില്ല, എന്തിനെ കുറിച്ചെങ്കിലും ഒരു ബലമുണ്ടെന്ന് പറയാൻ പാടില്ല. പിന്നെ നമുക്കൊരു ഇത്തിരി സൗന്ദര്യം ഉണ്ടെന്ന് വേറെ ആരോടും പറയാൻ പറഞ്ഞ അടുത്തിരിക്കുന്ന ആളെ നോക്കി പറഞ്ഞു, എനിക്ക് സൗന്ദര്യം ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറയൂലെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് നമുക്കിനി കാശുണ്ടെങ്കിൽ കാശിനെ കുറിച്ചും അതാണ് ഈശോ പറയുന്നത്. ഞാനിതെന്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ, സമ്പന്നൻ തന്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? പ്രശംസിക്കുന്നവൻ ഞാൻ ദൈവം ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണെന്ന അറിവിൽ പ്രശംസിക്കട്ടെ. എനിക്ക് ഒരു കാര്യം അറിയാം, കർത്താവ് കരുണയുള്ളവനാണ്. എനിക്കൊരു കാര്യം അറിയാം, കർത്താവ് ന്യായവും നീതിയും പുലർത്തുന്നവനാണ്. അതിൽ നിനക്കതറിയാമെങ്കിൽ നീ മനസ്സിൽ അഭിമാനിച്ചു കൊള്ളുക. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നത്. നീ എന്നെ കുറിച്ചുള്ള അറിവിൽ, എന്നെ കുറിച്ചുള്ള ബോധ്യങ്ങളിൽ നീ ആനന്ദം കണ്ടെത്ത്. അപ്പൊ ഒരു മനുഷ്യൻ ആനന്ദം കണ്ടെത്തേണ്ടത് കർത്താവിനെ കുറിച്ചുള്ള അറിവിലാണ്. എന്റെ കർത്താവിനെ കുറിച്ചുള്ള എന്റെ ബോധ്യത്തിൽ നിനക്ക് ആനന്ദം കണ്ടെത്തും. എന്ത് ചെയ്യും? നമ്മളത് കൂടുതലായിട്ട് അന്വേഷിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് മടുപ്പ് വരാത്തൊരു കാര്യമാണത്, ഇല്ലേ? ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എന്തു വരും? ഇല്ലേ? ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയാൽ എന്തു വരും? കുറച്ചു നേരം കഴിയുമ്പോ മടുപ്പ് വരും. അങ്ങനെ എന്ത് ചെയ്താൽ, സിനിമക്ക് പോയ കുറച്ചു നേരം കഴിയുമ്പോൾ സിനിമ കണ്ട് എന്ത് പറ്റും? മടുപ്പ് വരും. ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് വരും? കുഴിമന്തി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് വരും? അല്ലേ? അങ്ങനെ എന്ത് മനുഷ്യനെ ഈ ഭൂമിയിൽ അങ്ങനെയുള്ള എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനം നമുക്ക് മടുക്കും. ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന അവസാനം മടുക്കും. പക്ഷേ നമുക്ക് മടുപ്പ് വരാത്ത, കിട്ടുന്തോറും കൂടുതൽ വേണമെന്ന്, അതായത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജ്ഞാനമെന്ന് പറയുന്നത്. അത് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണെങ്കിലോ, അപ്പോൾ കർത്താവിനെ കുറിച്ച് ബോധ്യങ്ങൾ ഉണ്ടാകുക, അത് വളർത്തിക്കൊണ്ടിരിക്കുക, അത് മടുപ്പ് കൂടാതെ നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, അഭിമാനിക്കുന്നവൻ ഞാൻ കരുണയും നീതിയും ന്യായവും പുലർത്തുന്ന കർത്താവാണെന്ന ബോധ്യത്തിൽ അഭിമാനിക്കട്ടെ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇഗ്നേഷ്യസ് ലോയോളയുടെ ഒരു ബോധ്യം കൂടി പറഞ്ഞ് അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. 1 മണിക്കൂർ. ഈ ബോധ്യം എന്ന് പറയുന്നത് ഇഗ്നേഷ്യസ് ലോയോള പറയുകയാണ്. വരുന്ന മാസം ജൂലൈ മാസം 31-ാം തീയതിയാണ് ഇഗ്നേഷ്യസ് ലോയോളയുടെ തിരുനാൾ സഭ ആഘോഷിക്കുന്നത്. ഈ വിശുദ്ധൻ പറയുകയാണ്, നമ്മെ വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരാണുള്ളത്? നമ്മെ വിളിക്കുന്ന ഒരു ദൈവം. എന്തിനു വേണ്ടിയാണ് വിളിക്കുന്നത്? തന്നോടുകൂടെ പണിയെടുക്കുന്നതിന് വേണ്ടി. ഏത് പണിയെടുക്കുന്നതിന് വേണ്ടി? ദൈവരാജ്യത്തിന്റെ നിർമ്മാണം എന്ന് പറയുന്ന പണിയെടുക്കുന്നതിന് വേണ്ടി. ആ പണി എടുത്തുകൊണ്ടിരിക്കുന്ന മെയിൻ മേസ്ത്രി ആരാണ്? മുത്താശാരി ആരാണ്? ഈ ഈശോയോടുകൂടെ പണിയെടുക്കുന്നതിന് വേണ്ടി ഈശോ നമ്മെ വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ച് നമ്മെ തന്റെ തന്നെ പണിയിൽ നമ്മളെ കൂടെ ഇരുത്തിയിരിക്കുകയാണ്. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആയിട്ട് കൂടെ ഇരുത്തിയിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ലോകത്തെ അതിന്റെ തിന്മയിൽ നിന്ന് മോചിക്കുക എന്ന് പറയുന്ന ജോലിയാണ്. നമ്മൾ ഈശോയോടുകൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണ്? ലോകത്തിന്റെ തിന്മയിൽ നിന്ന് അതിനെ മോചിപ്പിക്കുക. അപ്പോൾ ചോദ്യം ഇതാണ്, നീ എന്ത് പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, നീ ഇതെന്ത് പണിയാണ്? ചോദിക്കുന്നില്ല.
പ്രിയപ്പെട്ടവരെ, ഈശോ അതാണ് പറഞ്ഞത്, ബോധ്യം എന്ന് പറഞ്ഞത്. ഈശോ നമ്മെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് ലോകത്തിന്റെ തിന്മയിൽ നിന്ന് അതിനെ മോചിപ്പിക്കുക എന്ന് പറയുന്ന തന്റെ ജോലിയിൽ ഈശോയോടുകൂടെ ചേരാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അതിനുള്ള ട്രെയിനിങ് ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ? വ്യാഴാഴ്ച അവിലയിൽ. ഇതൊരു ബോധ്യമാണ്. ഈ ബോധ്യം കിട്ടിയ ഇഗ്നേഷ്യസ് ലയോള തന്റെ മറ്റെല്ലാ ജോലികളും താൻ ഒരു സൈന്യാധിപനാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇഗ്നേഷ്യസ് ലയോള തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയും വാളൊക്കെ കൊണ്ടുപോയി മാതാവിന്റെ ഗ്രോട്ടോയുടെ അടുത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി തൂക്കിയിട്ടിട്ട് തന്റെ പടച്ചട്ടയും അരച്ചട്ടയും ഒക്കെ മാറ്റി വെച്ചിട്ട് ഒരു ചാക്ക് വസ്ത്രം എടുത്ത് ഒരു രാത്രി മുഴുവൻ ഉപവസിച്ചിരുന്നു, അങ്ങോട്ട് പ്രാർത്ഥിച്ചു. കാരണം ഒരു ബോധ്യം കിട്ടിയിരിക്കുകയാണ്, കർത്താവിന്റെ ജോലിയിൽ പങ്കുകാരനാകാൻ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മെ വിളിക്കുന്ന കർത്താവുണ്ടെന്ന ബോധ്യം കിട്ടുമ്പോ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഈ ലോകത്തെ ഉപേക്ഷിക്കണമെന്ന്. ഇഗ്നേഷ്യസ് ലയോള ഉപേക്ഷിച്ചതുപോലെ, ഫ്രാൻസിസ് സേവ്യർ ഉപേക്ഷിച്ചതുപോലെ, അമ്മ ത്രേസ്യ ഉപേക്ഷിച്ചതുപോലെ, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി, ഈശോയെ കുറിച്ചുള്ള ബോധ്യത്തെ പ്രതി ഞാൻ എന്നെ ആത്മപരിത്യാഗം ചെയ്യുന്നു. പാപകരമായത് ഞാൻ ഉപേക്ഷിക്കുന്നു. പാപകരമായത് ഞാൻ ഉപേക്ഷിക്കുമ്പോൾ ഈ ലോകത്തിന് ചേർന്നത് ഞാൻ ഉപേക്ഷിക്കുമ്പോൾ സ്വർഗത്തിന് ചേർന്നത് അവിടുന്ന് എനിക്ക് തരുന്നു. ഹല്ലേലൂയ. കരമടിച്ച് പറയാം, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, അടുത്ത ആഴ്ച നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ ആത്മപരിത്യാഗത്തിന് നമ്മൾ എങ്ങനെ സഹായിക്കുമെന്ന് നമ്മൾ ധ്യാനിക്കും. പരിത്യാഗം ചെയ്യുമ്പോൾ എങ്ങനെ സ്നേഹിക്കാനുള്ള കഴിവ് വർദ്ധിക്കുമെന്നും ക്ഷമിക്കാനുള്ള കഴിവ് എങ്ങനെ വർദ്ധിക്കുമെന്നും, പരിത്യാഗം ചെയ്യുമ്പോൾ ദൈവത്തെ എങ്ങനെ കാണാൻ സാധിക്കുമെന്നും, പരിത്യാഗം ചെയ്യുമ്പോൾ ദൈവസ്നേഹത്തിൽ എങ്ങനെ വളരാൻ പറ്റുമെന്നും, പരിത്യാഗം ചെയ്യുമ്പോൾ ദൈവത്തെ എങ്ങനെ സ്വന്തമാക്കാൻ പറ്റുമെന്നും, പരിത്യാഗം ചെയ്യുമ്പോൾ ദൈവത്തിലാകുന്നതിനെ കുറിച്ചും, പരിത്യാഗം ചെയ്യുമ്പോൾ എങ്ങനെ പ്രൊമോഷൻ കിട്ടുമെന്നും, പരിത്യാഗം ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് വിടുതൽ കിട്ടുമെന്നും, പരിത്യാഗം ചെയ്യുമ്പോൾ ലോകത്തിന്റെ ഫേവറുകൾ, അനുഗ്രഹങ്ങൾ എങ്ങനെ കിട്ടുമെന്നും, പരിത്യാഗം ചെയ്യുമ്പോൾ എങ്ങനെ ആത്മാക്കളുടെ രക്ഷ സംഭവിക്കുമെന്നും, പരിത്യാഗം ചെയ്യുമ്പോൾ എങ്ങനെ പ്രോസ്പെരിറ്റി, ഐശ്വര്യം, അഭിവൃദ്ധി ഉണ്ടാകുമെന്നും, പരിത്യാഗം ചെയ്യുമ്പോൾ എങ്ങനെ സംരക്ഷണം കിട്ടുമെന്നും നമ്മൾ അടുത്ത ആഴ്ചയും തുടർന്നുള്ള ആഴ്ചയും ധ്യാനിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അടുത്ത ആഴ്ച വരാൻ സാധിക്കുന്നവർ ഭാഗ്യവാന്മാർ, അനുഗ്രഹീതർ. 10 പേരെ വെച്ച് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുന്നവർക്ക് അവരുടെ അനുഗ്രഹം 10 ഇരട്ടിയായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.